ഹായ് ഓൾ, ഇന്ന് മാർച്ച് 14 നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള GCS അയോൺ സെൻറ്ററിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നടക്കുന്ന എക്സാമിനേഷൻ മാസ് കോം ആണ്. അപ്പോൾ എക്സാമിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ അതുപോലെ തന്നെ ആസ്പിറൻസിന് എങ്ങനെയാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്, എന്തായിരുന്നു പേരെന്തായിരുന്നു? ആർച്ച. ഓക്കെ, ഏത് എക്സാമിനേഷൻ ആയിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? CUTയുടെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം അല്ലേ? ഓൾമോസ്റ്റ് 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു ഓൾമോസ്റ്റ് ഡിഫിക്കൽറ്റി ലെവൽ പറയുകയാണെങ്കിൽ? ഞാൻ തീരെ പ്രിപ്പയർ ചെയ്യാണ്ട് വന്ന് എഴുതിയ ഒരാളാണ്. അപ്പോൾ എനിക്ക് അത് വെച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. പ്രിപ്പയർ ചെയ്ത് വന്ന് എഴുതുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാനിപ്പോൾ ജേർണലിസം ഫൈനൽ ഇയറാണ് പഠിക്കണം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് വന്ന് എഴുതാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതുകൊണ്ടൊരു കാര്യമില്ല. മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്ത് വന്ന് എഴുതിയാലേ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫിക്കൽറ്റി ലെവൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു? ഓൾമോസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഓവറോൾ പറയുകയാണെങ്കിൽ ജേർണലിസത്തിന്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഭയങ്കര കുറവായിട്ടാണ്. ഫിലിം സ്റ്റഡീസ് അങ്ങനത്തെ, പിന്നെ ജനറൽ നോളജ് ആയിരുന്നു കൂടുതൽ. പഠിച്ചവർക്ക് കുഴപ്പമുണ്ടാവില്ല. കാരണം ഞാൻ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ട് വന്നിട്ടാണ് ഒരാഴ്ചയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ പ്രൊപ്പോസിൻ്റെ യൂട്യൂബ് വീഡിയോ അങ്ങനെയൊക്കെ കണ്ടിട്ട് ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എക്സാം പ്രിപ്പയർ ചെയ്യാതെ പോവുകയാണെങ്കിലും ജനറൽ നോളജ് ഉണ്ടെങ്കിൽ അത്ര യൂസ്ഫുൾ അല്ല. കറണ്ട് അഫയേഴ്സിനെ കുറിച്ചിട്ട് അപ്ഡേറ്റഡ് ആണെങ്കിലും നല്ല യൂസ്ഫുള്ളാണ്. കാരണം ഇത് ജേർണലിസം അല്ലെങ്കിൽ മാസ് മീഡിയ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, കുറേ ജനറൽ നോളജും, ഇപ്പം വൈസ് പ്രസിഡന്റ് ആരാണ്, ചീഫ് ജസ്റ്റിസ് ആരാണ്, അങ്ങനെ ജനറൽ നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ മൂവി നോളജസും അങ്ങനത്തെ നോളജസ് ഉണ്ടെങ്കിലും ഈ എക്സാം ഈസി ആയിരിക്കും. അപ്പോൾ കണ്ടന്റ് നോളജ് മാത്രമല്ല, ബാക്കിയുള്ളതൊന്നും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈവൻ ഒരു ജനറൽ അവയർനെസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് കുറച്ച് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കൂടിയാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഏതാ? ഹൈദരാബാദ് IIMC അങ്ങനെയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. അതെ. ഞാനിപ്പം MSc പിന്നെ ഇലക്ട്രോണിക്സ് മീഡിയ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ മൾട്ടിമീഡിയ കഴിഞ്ഞുകൊണ്ട്. അപ്പോൾ പോണ്ടിച്ചേരി ആണ് മെയിൻ ടാർഗറ്റ്. PU ആണ് ഫോക്കസ് ചെയ്യുന്നത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, BHU അല്ലേ? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണ് കാണുന്നത്. ഓക്കെ, എന്തായാലും നല്ലൊരു യൂണിവേഴ്സിറ്റിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. പ്രൊപ്പോസ് എന്നുള്ള പ്ലാറ്റ്ഫോം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ നിന്നാണ് പഠിച്ച വീഡിയോസ്. അറിയാം, കോച്ചിങ് കൊടുക്കുന്ന മാസ് കോം ഇംഗ്ലീഷ്. ഏതെങ്കിലും വീഡിയോ കണ്ട് അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇതിന്റെ ഫട്ടാഫട്ട് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു ഫട്ടാഫട്ട്. അത് ഞാൻ കാണാറുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ പ്രൊപ്പോസിന്റെ വീഡിയോ ഹെൽപ്ഫുൾ ആയി തന്നെയാണ് പറയുന്നത്. അത് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നല്ല ഓൾമോസ്റ്റ് എത്ര അറ്റൻഡ് ചെയ്തു? 75-ല് 73, ഒരു 54, ഒരു 61 അടുത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമിനേഷനെ കുറിച്ചുള്ള റിവ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ആസ്പിറൻസിന്റെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ മോഡറേറ്റ് ടു ഡിഫിക്കൽറ്റി ലെവലാണ് എക്സാമിനേഷൻ എന്നാണ് മിക്ക ആസ്പിറൻസും പങ്കുവെച്ചത്. അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ നല്ലൊരു പ്രിപ്പറേഷൻ ഇല്ലാതെ പോയവർക്ക് തന്നെ ഈവൻ ജനറൽ അവയർനെസ് നല്ല അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഏസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കുറച്ച് ആസ്പിറൻസ് ഒക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിലിം റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മാസ് കോം റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് താരതമ്യേന കുറവായിരുന്നു എന്നും ആസ്പിറൻസ് പങ്കുവെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ മാസ് കോം എക്സാമിനേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വിശേഷങ്ങൾ. കൂടുതൽ അപ്ഡേറ്റ്സിനുമായിട്ട്, കൂടുതൽ സെഷൻസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു പ്രൊപ്പോസ് UG+.